നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളതും എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴുള്ള പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പ്രോസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റിയാണ് ആദ്യത്തത്. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ ഐഡിയാസ് എന്തൊക്കെ ഐഡിയാസാണ് ആദ്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ബിസിനസ് മോഡൽ ചൂസ് ചെയ്യാം. അങ്ങനെ അതിനൊക്കെയുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ്, നിങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നൽകുന്ന ഫ്രീഡം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തതാണ് വലിയൊരു ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരു കാര്യമാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ജോബ്സിനേക്കാളും ഒരു സ്റ്റാർട്ടപ്പിന് വളരെ പെട്ടെന്ന് തന്നെ സ്കെയിൽ ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലാണുള്ളത്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10K പെർ മന്ത് ഉള്ളത് ഒരു 10 lakhs പെർ മന്ത് വളരെ ഫ്യൂ ഇയേഴ്സിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തതാണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നു, അവരുടെ ലൈഫ്സ് ഇമ്പ്രൂവ് ആവുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് നിങ്ങൾക്ക് സ്വയം ഉണ്ടാവാനും ചെറിയ ചെറിയ വിജയങ്ങളിൽ തന്നെ വളരെയധികം സന്തോഷിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അടുത്തതാണ് അൺലിമിറ്റഡ് ഇൻകം പോസിബിലിറ്റി എന്നുള്ളത്. അതായത് നമുക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി വളരെ സ്ലോ ഫേസിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകത്തിന് ഒരു ലിമിറ്റും ഇല്ല. അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം വളരെ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ഇൻകം പോസിബിലിറ്റിയാണ് സ്റ്റാർട്ടപ്പിൻ്റെ മറ്റൊരു പ്രോസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് ലേണിംഗ് ആൻഡ് സ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. സെയിൽസ്, മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ്, ബ്രാൻഡിങ്, ലീഗൽ സ്റ്റഫ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഇനി മുൻപോട്ട് പോകുമ്പോൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്കിൽസ് നിങ്ങളുടെ അകത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ളത് ഹൈ റിസ്ക് ആണെന്നുള്ളത് തന്നെയാണ്. ഇനീഷ്യൽ ഒരു 1 to 2 years സർവൈവ് ചെയ്യാൻ സാധിക്കാത്ത ഒത്തിരി സ്റ്റാർട്ടപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതും നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങൾ റൈറ്റ് ആയിട്ടാണോ പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും മാർക്കറ്റിംഗ് എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളതും ഫണ്ടിങ്ങിനൊന്നും നിങ്ങൾക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യാമെന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റീസൺസ് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സർവൈവ് ചെയ്യാതെ പോകാനായിട്ടുള്ള വലിയ റിസ്ക് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്ട്രെസ്സാണ്. അതായത് ബിഗിനിങ്ങിലൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ തുടക്കകാലത്തിൽ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനീഷ്യൽ ഒരു ഫ്യൂ മന്ത്സിനോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഒരു വർഷത്തേക്കോ മേ ബി നിങ്ങൾ ഒന്നും തന്നെ ഏൺ ചെയ്തെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു കോൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. സ്റ്റാർട്ടപ്സിനെല്ലാം അത്യാവശ്യം സമയവും എനർജിയും ശ്രദ്ധയും ഇനീഷ്യൽ ഫേസിൽ എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് വീക്കെൻഡ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഫാമിലി ടൈം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചിലപ്പോൾ കിട്ടാതെ പോയേക്കാം. അതാണ് സ്റ്റാർട്ടപ്പിൻ്റെ മറ്റൊരു കോൺ എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യമാണ് അൺസർട്ടൈനിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒട്ടും വിചാരിക്കാതിരിക്കുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ മുകളിൽ ഫേസ് ചെയ്തേക്കാം. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. മേ ബി എന്തെങ്കിലും ഒരു ഡിലേ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൂവ് എടുത്തു, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടായി. ഇതൊക്കെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പും റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനോട് തക്കതായ സമയത്ത് അതത് രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു കോൺ എന്ന് പറയുന്നത്, അതായത് അൺസർട്ടൈനിറ്റി എന്നുള്ളത്.
അഞ്ചാമത്തെ കാര്യമാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഓരോ ഡിസിഷൻ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ഷോൾഡറിലാണ് വരുന്നത്, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായി പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെയും ബ്ലെയിം ചെയ്യാനില്ല, പക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കും ബ്ലെയിം ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ മറ്റൊരു കോണാണ്.